ഹലോ, വെൽക്കം ടു നിയോ ട്യൂഷൻ ആപ്പ്. എല്ലാ മക്കൾക്കും ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സെപ്പറേഷൻ ഓഫ് ദ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ പ്രധാനപ്പെട്ട രണ്ട് ടെക്നിക്കുകൾ നമ്മൾ പഠിച്ചു, ഡിസ്റ്റിലേഷൻ ആൻഡ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട മറ്റു രണ്ട് ടെക്നിക്കുകളാണ്. അപ്പം വിതൗട്ട് ഡിലേ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സെപ്പറേറ്റിംഗ് ടെക്നിക്കാണ്. ഒരു മിക്സ്ചറിലെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ടെക്നിക്കാണ്. ദാറ്റ് ഈസ് കോൾഡ് സബ്ലിമേഷൻ അഥവാ ഉത്പതനം. നിങ്ങൾ ഒരുപക്ഷെ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും ഉത്പതനം അഥവാ സബ്ലിമേഷൻ. as you can see in the slide, എന്താണ് സബ്ലിമേഷൻ? യെസ്, ഇറ്റ് ഈസ് ദ ട്രാൻസിഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഡയറക്ട്ലി ഫ്രം ദ സോളിഡ് സ്റ്റേറ്റ് ടു ദ gaseous സ്റ്റേറ്റ് വിത്തൗട്ട് പാസിംഗ് ത്രൂ ദ ലിക്വിഡ് സ്റ്റേറ്റ്. നോർമലി നമുക്കറിയാം എങ്ങനെയാണ് സ്റ്റേറ്റ് ഓഫ് മാറ്ററിന്റെ കൺവേർഷൻ. യൂഷ്വലി ഇപ്പൊ നമ്മളൊരു ഐസ് എടുക്കുന്നു. ഐസ് ഇസ് ദ സോളിഡ് സ്റ്റേറ്റ് ഓഫ് ദ വാട്ടർ. ഐസിനെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അത് ജലമായിട്ട് മാറുന്നു, ലിക്വിഡ് സ്റ്റേറ്റ്. ജലത്തെ വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ അത് വേപ്പർ സ്റ്റേറ്റിലേക്ക് അഥവാ gaseous സ്റ്റേറ്റിലേക്ക് മാറുന്നു. ദിസ് ഇസ് ദ യൂഷ്വൽ ട്രാൻസിഷൻ, അല്ലെ? ബട്ട് ഇൻ ദിസ് കേസ്, ഇൻ സബ്ലൈമേഷൻ ഓർ സബ്ലൈമബിൾ സബ്സ്റ്റൻസിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? യെസ്, വസ്തുക്കൾ ഖരാവസ്ഥയിൽ നിന്നും നേരിട്ട് ദ്രാവകാവസ്ഥയിലേക്ക് പോകാതെ അവ നേരിട്ട് ഏതവസ്ഥയിലേക്ക് പോകുന്നു? അതെ, വാതകാവസ്ഥയിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഉത്പതനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു നിങ്ങൾ എക്സാമ്പിൾസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ആവും. നോക്കൂ, ഞാൻ സബ്ലിമേഷന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് സ്ലൈഡിൽ നോക്കിക്കേ. എന്തൊക്കെയാണ്? യെസ്, ഡ്രൈ ഐസ് ഉണ്ട്, നാഫ്തലിൻ, ക്യാംഫർ, അമോണിയം ക്ലോറൈഡ് ആൻഡ് അയഡിൻ. കുറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, നമുക്ക് ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കാം. ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത്? യെസ്, വി ക്യാൻ ടേക്ക് ദിസ് ക്യാംഫർ. ക്യാംഫർ എന്താണ്? കർപ്പൂരം. കർപ്പൂരം നമ്മൾ പൂജ മുറിയിലൊക്കെ സാധാരണയായിട്ട് അമ്പലങ്ങളിലും പലയിടത്തും ഉപയോഗിക്കുന്നതാണ് ക്യാംഫർ, കർപ്പൂരം എന്ന് പറയുന്നത്. കർപ്പൂരം കത്തിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കർപ്പൂരം കത്തിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ്? അതൊരു ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല, അല്ലെ? അത് അതിന്റെ വേപ്പേഴ്സ് ആയിട്ട് നല്ല ഗന്ധത്തോടു കൂടി വേപ്പേഴ്സ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ ലൈക്ക് ക്യാംഫർ, അനദർ എക്സാമ്പിൾ ഈസ് നാഫ്തലിൻ. എന്താണ് ഈ നാഫ്തലിൻ? ഒന്നുമില്ല, പാറ്റാഗുളിക. എന്താണ്? നമ്മുടെ കബോർഡ്സിനകത്തൊക്കെ തുണി വെക്കുന്ന കബോർഡ്സിലും കിച്ചൺ കബോർഡ്സിലും ഒക്കെ അമ്മ ചിലപ്പം ഇട്ട് വെച്ചിട്ടുണ്ടാവും പാറ്റാഗുളികകൾ. അതിന്റെ ഒരു സ്റ്റൈലിഷ് പേരാണ് ഈ നാഫ്തലിൻ. അല്ലെങ്കിൽ അതിന്റെ കെമിക്കൽ നെയിമാണ് എന്താണ്? നാഫ്തലിൻ എന്ന് പറയുന്നത്. നാഫ്തലിനും ഇതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് നേരിട്ട് gaseous സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു സബ്ലൈമബിൾ വസ്തുവാണ്. അങ്ങനെ സബ്ലിമേഷന് വിധേയമാകുന്ന വസ്തുക്കളെ നമ്മൾക്ക് സബ്ലൈമബിൾ സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അത്ര പരിചിതമല്ലാത്ത സബ്സ്റ്റൻസുകളാണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഡ്രൈ ഐസ്. ഡ്രൈ ഐസ് എന്താണ്? ദാറ്റ് ഈസ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്യാസ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെ? അതിന്റെ ഒരു സോളിഡ് ഫോം ഉണ്ട്. സോ ദിസ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഓൾസോ എ സബ്ലൈമബിൾ സബ്സ്റ്റൻസ്. അതും അതിനൊരു എക്സാമ്പിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡും കണ്ടോ? നല്ല ഭംഗിയുള്ള വെള്ള ക്രിസ്റ്റൽസ് പോലെ ഇരിക്കുന്ന അമോണിയം ക്ലോറൈഡ്. ദെൻ നെക്സ്റ്റ് ഇസ് കോൾഡ്, ദിസ് ഇസ് കോൾഡ് അയഡിൻ. അയഡിൻ ഈ കളറാണ്, പർപ്പിൾ വയലറ്റ് കളറിലാണ് അയഡിൻ ഇരിക്കുന്നത്. ഈ അയഡിനും എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു സബ്ലൈമബിൾ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. സോ സബ്ലിമേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് certain substances will change from the solid state directly to the gaseous state without passing through the liquid state, and that is called sublimation എന്ന് പറയും. സോ എങ്ങനെയാണ് ഈ സബ്ലിമേഷൻ ടെക്നിക്ക് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന മിക്സ്ചർ എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡിന്റെയും സോഡിയം ക്ലോറൈഡിന്റെയും ഒരു മിക്സ്ചറാണ്. സോഡിയം ക്ലോറൈഡ് എന്താണ്? എല്ലാവർക്കും അറിയാം, നമ്മള് കറികളിലൊക്കെ ഇടുന്ന ഉപ്പ്, കറിയുപ്പാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്, അല്ലെ? ആ സോഡിയം ക്ലോറൈഡിന്റെയും ദാറ്റ് ഈസ് കോൾഡ് സോൾട്ട്. ഞാൻ ഇവിടെ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? സോൾട്ട്, സോഡിയം ക്ലോറൈഡ്. സോ മിക്സ്ചർ ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സോൾട്ട്. എന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു അമോണിയം ക്ലോറൈഡിന്റെ കുറച്ച് വസ്തുവും അതുപോലെ തന്നെ സോൾട്ടും തമ്മിലൊന്ന് മിക്സ് ആയി പോയെന്ന് നിങ്ങൾ കരുതുക. ആൻഡ് ഐ വാണ്ട് ടു സെപ്പറേറ്റ് ദാറ്റ്. I want to separate the components of that mixture.
എനിക്ക് ഈ അമോണിയം ക്ലോറൈഡിനെയും സോൾട്ടിനെയും ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഹൗ ഇറ്റ് ഇസ് പോസിബിൾ? ഇപ്പൊ നമ്മൾ പറഞ്ഞ സബ്ലിമേഷൻ ടെക്നിക്ക് ഇവിടെ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. എങ്ങനെയാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ്? അമോണിയം ക്ലോറൈഡ് ഈസ് എ സബ്ലൈമബിൾ സബ്സ്റ്റൻസ് ഓർ ഇറ്റ് ഇസ് എ വോളറ്റൈൽ സബ്സ്റ്റൻസ്. സി, ഞാനിവിടെ അതിനെ വോളറ്റൈൽ എന്ന് മറ്റൊരു പേരിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് മീൻ ബൈ വോളറ്റൈൽ? യെസ്, നമ്മൾ ബാഷ്പീകരിച്ചു പോകുന്ന അല്ലെങ്കിൽ വേപ്പറൈസ് ചെയ്ത് പോകുന്ന ഏതൊരു വസ്തുവിനെയും നമ്മൾ വോളറ്റൈൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നു. ആൻഡ് അത്തരത്തിൽ ബാഷ്പീകരിക്കാത്ത വസ്തുക്കളെ നമുക്ക് എന്ത് വിളിക്കാം? Yes, that is non-volatile substance. So here in this mixture, there are two components, ammonium chloride and salt, where the ammonium chloride is a volatile substance, whereas salt is a non-volatile substance. Okay, നമ്മൾ ആ മിക്സ്ചർ ഇതുപോലെ ഒരു ചൈന ഡിഷ്, ഒരു പാത്രം, കെമിസ്ട്രിക്കാർ അതിനെ ചൈന ഡിഷ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ആ ചൈന ഡിഷിൽ ഞാൻ എടുത്തിരിക്കുകയാണ്. ദെൻ എന്ത് വേണം? ഒരു ഇൻവേർട്ടഡ് ഫണൽ. നോക്കൂ, ഫണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പം നമ്മൾ എന്താണ്, റേഷൻ കടയിലൊക്കെ മണ്ണെണ്ണ ഒഴിക്കാനും നിങ്ങൾക്കൊന്നും അതൊന്നും പരിചയമില്ലായിരിക്കും. എന്ന പോലെ ഫണൽ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഏതൊരു സാധനവും ഇങ്ങനെ ഒഴിച്ചെടുക്കുന്ന ആ ഒരു വസ്തു, ആ ഒരു പാത്രം, അതാണ് ഫണൽ എന്ന് പറയുന്നത്. സോ ഈ ഫണലിനെ ഞാനിങ്ങനെ തല തിരിച്ചു വെച്ചിരിക്കുകയാണ്. ദിസ് ഇസ് ആൻ ഇൻവേർട്ടഡ് ഫണൽ. നോക്കൂ, ഫണലിനെ ഞാൻ തല തിരിച്ച്, ഓക്കെ, ഇങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ട് ആ ചൈന ഡിഷിന് മുകളില് ആ മിക്സ്ചറിനെ കവർ ചെയ്ത് വെച്ചു. ദെൻ ഞാൻ നോക്കൂ, ഇതിന്റെ ഈ ഫണലിന്റെ ടെയിൽ എൻഡിൽ ഒരു കോട്ടൺ പഞ്ഞി കൊണ്ട് ആ ഫണലിന്റെ ടെയിൽ എൻഡ് ഞാനിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി എന്താ ഞാൻ ചെയ്യുന്നത്? യെസ്, ഒരു ബർണർ എടുത്തിട്ട് ഈ മിക്സ്ചറിനെ ഞാൻ അങ്ങനെ നന്നായിട്ട് ചൂടാക്കുകയാണ്. ചൂടാക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താ സംഭവിക്കുന്നത് ഇവിടെ ചൂടാക്കി കഴിയുമ്പം? യെസ്, അമോണിയം ക്ലോറൈഡ്, സബ്ലൈമബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വോളറ്റൈൽ ആയിട്ടുള്ള അമോണിയം ക്ലോറൈഡ് ഈ സ്റ്റാർട്ടഡ് ടു വേപ്പറൈസിങ്. അമോണിയം ക്ലോറൈഡ് വേപ്പറൈസ് ചെയ്ത് ബാഷ്പീകരിച്ച് ഇങ്ങനെ മുകളിലേക്ക് വേപ്പേഴ്സ് ആയിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങും. കുറച്ചു നേരം ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. നല്ല വെളുത്ത പുക പോലെ, വേപ്പേഴ്സ് പോലെ ഉയർന്ന് മുകളിലേക്ക് പോകുന്നത്. ആ പുക അല്ലെങ്കിൽ ആ വേപ്പേഴ്സ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ഞാൻ ഈ ടെയിൽ എൻഡ് എന്താണ് ഒരു കോട്ടൺ കൊണ്ട് ഞാൻ ക്ലോസ് ചെയ്ത് അടച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത് ഓപ്പൺ അല്ലേ, ഈ ഭാഗം ഫണലിന്റെ ഈ ഭാഗം ഓപ്പൺ അല്ലേ. അപ്പം ഇവിടുന്ന് വരുന്ന അമോണിയം ക്ലോറൈഡ് വേപ്പേഴ്സ് അന്തരീക്ഷത്തിലേക്ക് എസ്കേപ്പ് ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു പഞ്ഞി കൊണ്ട് അതിനെ ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്റെ ഹീറ്റിംഗ് എല്ലാം കുറച്ചു നേരം കഴിയുമ്പോൾ അവസാനിപ്പിക്കുന്നു. ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് തണുക്കാൻ അനുവദിക്കുന്നു. കുറച്ചു നേരം കഴിയുമ്പം വി ക്യാൻ സീ ഈ ഫണലിന്റെ ഈ ഇരുവശങ്ങളിലും അല്ലെങ്കിൽ എല്ലാ വശങ്ങളിലും എന്താണ്, വെളുത്ത ക്രിസ്റ്റൽസ് പോലെ ഇരിക്കുന്നത് കാണാൻ പറ്റും. അതെന്താണ്? വേപ്പറൈസ് ചെയ്ത് പോയ അമോണിയം ക്ലോറൈഡ് തിരിച്ച് സോൾഡിഫൈ ചെയ്യാണ്. തണുത്ത് കഴിഞ്ഞപ്പോ അത് സോൾഡിഫൈ ചെയ്ത് ഈ ഇൻവേർട്ടഡ് ഫണലിന്റെ വശങ്ങളിലെല്ലാം ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ ഇനി എന്ത് ചെയ്യണം? എനിക്ക് ഈ അമോണിയം ക്ലോറൈഡിനെ അവിടുന്ന് എടുക്കാനായിട്ട് ഈ ഇൻവേർട്ടഡ് ഫണൽ ഞാൻ അവിടുന്ന് എടുക്കുന്നു. എന്നിട്ട് ഫണലിന്റെ ആ വശങ്ങളിൽ ഒരു ഗ്ലാസ് റോഡോ എന്തെങ്കിലും ഉപയോഗിച്ച് സ്ക്രബ് ചെയ്ത് ഇങ്ങനെ ചുരണ്ടി എടുക്കുക എന്ന് പറയും അല്ലെ. അമോണിയം ക്ലോറൈഡിനെ എനിക്ക് പതിയെ ഇങ്ങനെ എന്താണ് ചുരണ്ടി എടുക്കാം. എന്നിട്ട് ആ അമോണിയം ക്ലോറൈഡ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. ബാക്കി ഈ ചൈന ഡിഷിൽ ഉള്ളത് എന്താണ്? അത് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സോൾട്ട് അല്ലെ. സോ അമോണിയം ക്ലോറൈഡ് സോൾട്ട് മിക്സ്ചറിൽ നിന്ന് സബ്ലിമേഷൻ ടെക്നിക്ക് വഴി അമോണിയം ക്ലോറൈഡിനെയും സോൾട്ടിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. സോ ദിസ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് ടെക്നിക്. സബ്ലൈമബിൾ സബ്സ്റ്റൻസിന്റെ കേസിൽ ഇപ്പം അയഡിൻ, അമോണിയം ക്ലോറൈഡ് അതുപോലെയുള്ള സബ്ലൈമബിൾ സബ്സ്റ്റൻസിനെ ഒരു മിക്സ്ചറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മാർഗമാണ് ദിസ് സബ്ലിമേഷൻ ടെക്നിക്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. മനസ്സിലായി എന്ന് കരുതുന്നു. സോ നമുക്ക് രണ്ടാമത്തെ സെപ്പറേഷൻ ടെക്നിക്ക് നോക്കാം. ആൻഡ് ദ സെക്കൻഡ് സെപ്പറേഷൻ ടെക്നിക്ക് ഈസ് കോൾഡ് സെൻട്രിഫ്യൂഗേഷൻ. എന്താണ്? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു വായിച്ച്. ദാറ്റ് ഈസ് കോൾഡ് സെൻട്രിഫ്യൂഗേഷൻ. എന്താണ് സെൻട്രിഫ്യൂഗേഷൻ? പേരൊന്നും കേട്ടാലും ഞെട്ടണ്ട, അത്ര പ്രശ്നക്കാരനുള്ള ആളൊന്നുമല്ല സെൻട്രിഫ്യൂഗേഷൻ. നോക്കൂ, ഫസ്റ്റ് ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കൂ. എന്താ? യെസ്, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് when there is a difference in the mass of the components of the mixture. പുതിയൊരാൾ വന്നിട്ടുണ്ട്. എന്താണ്? മാസ് അല്ലെ.
മിശ്രിതത്തിലെ ഘടകപദാർത്ഥങ്ങളെ അവയുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. അല്ലെ, ഒരു മിക്സ്ചറിനകത്ത് പലതരത്തിലുള്ള കമ്പോണൻസ് ഉണ്ടല്ലോ. ആ കമ്പോണൻസിന്റെ ഭാരത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവയുടെ ഡെൻസിറ്റിക്ക് അനുസരിച്ച് കമ്പോണൻസിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. സോ ലെറ്റ് സീ ഹൗ ദി സെൻട്രിഫ്യൂഗേഷൻ വർക്ക്സ്. നോക്കൂ, സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നത് ഇതുപോലെ ഒരു സെൻട്രിഫ്യൂഗിംഗ് മിഷൻ ഉണ്ടാവും. ഇതൊരു പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സെൻട്രിഫ്യൂഗിംഗ് മെഷീനാണ്. നമുക്ക് ഇതുപോലെ ടെസ്റ്റ് ട്യൂബ്സ് വെക്കാനുള്ള ഒരു ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ ഉണ്ടാവും. ഇതുപോലെ ഒരു ഹാൻഡ് റെയിലും ഉണ്ടാവും. നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചറിനെ ഒരു ടെസ്റ്റ് ട്യൂബിലാക്കി ഈ ടെസ്റ്റ് ട്യൂബ് ഹോൾഡറിലേക്ക് ഒരേ സമയം ഇതിനകത്തൊക്കെ 4 മിക്സ്ചേഴ്സിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാം. 4 ടെസ്റ്റ് ട്യൂബുകൾ വെക്കാൻ പറ്റുള്ളൂ. സോ ഈ ടെസ്റ്റ് ട്യൂബ് ഹോൾഡറിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചറിനെ ടെസ്റ്റ് ട്യൂബുകളിലാക്കി നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ കണ്ടവിടെ ഒരു ഹാൻഡ് റെയിൽ കണ്ടോ? ഈ ഹാൻഡ് റെയിൽ നല്ല ശക്തിയായിട്ട് നമ്മൾ കറക്കണം. ഹാൻഡ് റെയിൽ ഉപയോഗിച്ച് ശക്തിയായിട്ട് കറക്കണം. നമുക്ക് ഇവിടെ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളത് കണ്ടോളൂ. കണ്ടോ? ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഹാൻഡ് റെയിൽ ഇങ്ങനെ കറക്കി കൊടുക്കുന്നു. ഇങ്ങനെ കറക്കി കൊടുത്തു കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? യെസ്, the denser particles are forced to the bottom and the lighter particles stay at the top when spun rapidly. ഇങ്ങനെ അതിശക്തമായിട്ട് കറക്കി കഴിയുമ്പോഴത്തേനും ഡെൻസിറ്റി കൂടിയ പദാർത്ഥങ്ങൾ നോക്കൂ. ഡെൻസിറ്റി കൂടിയ പദാർത്ഥമാണ് ഈ ബ്ലാക്ക് കളറിൽ നിങ്ങൾ കാണുന്ന ഈ മിക്സറിൽ. ഇതുപോലെ ഡെൻസിറ്റി കൂടിയ പദാർത്ഥങ്ങൾ ആ ടെസ്റ്റ് ട്യൂബിന്റെ ഏറ്റവും അടിഭാഗത്തായിട്ടും ഡെൻസിറ്റി കുറഞ്ഞ പദാർത്ഥങ്ങൾ ടെസ്റ്റ് ട്യൂബിന്റെ മുകൾ ഭാഗത്തായിട്ട്, അതാണ് ഒരു ക്ലിയർ ലിക്വിഡ് ആയിട്ട് നിങ്ങൾ കാണുന്നത്. ഡെൻസിറ്റി കുറഞ്ഞ അതിനകത്തെ കമ്പോണന്റ് ആണ്. സോ ഡെൻസിറ്റി കൂടിയ പദാർത്ഥങ്ങൾ ടെസ്റ്റ് ട്യൂബിന്റെ അടിഭാഗത്തായിട്ടും ഡെൻസിറ്റി കുറഞ്ഞ പദാർത്ഥങ്ങൾ മുകൾ ഭാഗത്തായിട്ടും 2 ലെയേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടും. ദെൻ വി കൻ ഈസിലി സെപ്പറേറ്റ്. മുകൾ ഭാഗത്തെ ലെയറിനെ നമുക്ക് മറ്റൊരു ബീക്കറിലേക്ക് ഒഴിച്ച് സെപ്പറേറ്റ് ചെയ്യാം. അടിഭാഗത്ത് അടുത്ത ലെയർ ആയിട്ട് നമുക്ക് ഡെൻസിറ്റി കൂടിയ കമ്പോണന്റും നമുക്ക് ലഭിക്കും. സോ ഇതെന്ന് പറയുന്നത് ഈ ഹാൻഡ് റെയിൽ ഉപയോഗിച്ച് കറക്കുന്നതെന്ന് പറയുന്നത് ഒരു പഴയകാല സെൻട്രിഫ്യൂഗിംഗ് മെഷീനാണ്. പക്ഷെ ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതുപോലത്തെ അഡ്വാൻസ്ഡ് സെൻട്രിഫ്യൂഗിംഗ് മെഷീൻസ് ആണ്. അതായത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് സെൻട്രിഫ്യൂഗിംഗ് മെഷീൻസ് ആണ് ലബോറട്ടറികളിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് സെയിം അതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സെപ്പറേറ്റ് ചെയ്യുന്ന മിക്സർ ഇതുപോലെ ടെസ്റ്റ് ട്യൂബുകളിലാക്കി വെക്കുന്നു. അതിനുശേഷം ലിഡ് ക്ലോസ് ചെയ്ത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച്, നമ്മൾ മറ്റേത് മെക്കാനിക്കലായിട്ട് അതിശക്തമായിട്ട് കറക്കണം. ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഫോഴ്സ് ഒന്നും പ്രയോഗിക്കേണ്ടി വരുന്നില്ല. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അത് റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഡെൻസിറ്റി കുറഞ്ഞത് താഴ്ഭാഗത്തും ഡെൻസിറ്റി കൂടിയ കമ്പോണന്റ് താഴ്ഭാഗത്തും ഡെൻസിറ്റി കുറഞ്ഞ കമ്പോണന്റ് മുകൾ ഭാഗത്തുമായിട്ട് നമുക്ക് ലഭിക്കുന്നു. സോ ദിസ് ഇസ് കോൾഡ് എന്താണ്? സെൻട്രിഫ്യൂഗേഷന്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതാണ്. ദെൻ ഈ സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്ക് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സോ ഫസ്റ്റ് വൺ നോക്കൂ. യെസ്, ഡയറീസ് ആൻഡ് ഹോം ടു സെപ്പറേറ്റ് ബട്ടർ. എന്താണ് നമ്മൾ പാൽ ഉൽപാദന കേന്ദ്രങ്ങളില്ലേ, ഡയറിയിൽ, അതുപോലെ ഡയറിയിലും വീടുകളിലും ഒക്കെ വെണ്ണ കടഞ്ഞെടുക്കാൻ, തൈരിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കാനായിട്ട് നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ പണ്ട് മഹാഭാരതമോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ സീരിയലുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ശ്രീകൃഷ്ണന്റെ അമ്മ ഒരു പാത്രത്തിൽ ഇങ്ങനെ തൈര് വെച്ചിട്ട് ഒരു കമ്പ്, ഒരു കോല് പോലെയുള്ള ഒരു സാധനം അതിന്റെ നടുക്ക് പ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തുന്നത് കണ്ടോ? കുറെ നമ്മൾ സീരിയലുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, പാട്ടുകളിലൊക്കെ കണ്ടിട്ടുണ്ടത്. ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താണ്, ആ തൈരിന്റെ മുകൾ ഭാഗത്തായിട്ട് വെണ്ണ ഇങ്ങനെ അടിഞ്ഞു വരുന്നതായിട്ട് കാണാം. മുകൾ ഭാഗത്തുനിന്ന് ആ വെണ്ണ റിമൂവ് ചെയ്ത് വട്ടം നമ്മൾ ഉപയോഗിക്കുന്നു, ശ്രീകൃഷ്ണന് കൊടുക്കുന്നു. അങ്ങനെയാണ്. അപ്പം അറിഞ്ഞോ അറിയാതെയോ പണ്ട് കാലം മുതൽ ശ്രീകൃഷ്ണന്റെ അമ്മയും എന്താണ് സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്കാണ് നടത്തിക്കൊണ്ടിരുന്നതെന്ന് നമുക്ക് പറയാം. ദെൻ സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യുന്ന മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് ഇൻ ലബോറട്ടറീസ്
ടു സെപ്പറേറ്റ് ദ ബ്ലഡ് സെൽസ് ഫ്രം ദ ബ്ലഡ് സാമ്പിൾ. നമ്മളിപ്പോ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കറിയാം ബ്ലഡ് റിസൾട്ട് വരുമ്പോൾ അറിയാം RBC, WBC, പ്ലേറ്റ്ലെറ്റ് അല്ലെ. ബ്ലഡിനകത്ത് പല കമ്പോണൻസ് ഉണ്ട്. ആ പല കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്നത് ഈ സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. Then this centrifugation is also used in chemical experiments for the quick separation of precipitate obtained. നമ്മൾ ഇനി നിങ്ങൾ +2 പോകുമ്പോൾ വലിയ വലിയ ക്ലാസ്സുകളിൽ ലാബിൽ ടെസ്റ്റുകൾ ചെയ്യുന്ന അതിനകത്ത് കുറെ precipitate ഒക്കെ ലഭിക്കും. ആ precipitate-നെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്? This centrifugation technique is used. പിന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഡെയിലി ലൈഫ് എക്സാമ്പിൾ എന്ന് പറയുന്നത് വാഷിംഗ് മെഷീൻ. നിങ്ങളുടെയൊക്കെ വീടുകളിലെ വാഷിംഗ് മെഷീനകത്ത് തുണി അലക്കി കഴിഞ്ഞ് ഡ്രയറിനകത്ത് ഇടും ചിലപ്പോഴൊക്കെ അല്ലെ. നല്ല മഴക്കാലത്തൊക്കെ നമ്മൾ ഡ്രയറിനകത്ത് ഇടും. ആ ഡ്രയറിനകത്ത് സംഭവിക്കുന്നതും എന്താണ്? നനഞ്ഞ തുണി ഇങ്ങനെ അതിശക്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിനകത്തുനിന്ന് വെള്ളം വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്ത് കളയുന്നതും ഈ സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്കിന്റെ പാർട്ടായിട്ട്, അല്ലെങ്കിൽ അതും സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്ക് തന്നെയാണ്. സോ ദീസ് ടു ആർ ദ ടു സെപ്പറേറ്റിംഗ് ടെക്നിക്സ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ദാറ്റ് ഈസ് സബ്ലിമേഷൻ ആൻഡ് സെൻട്രിഫ്യൂഗേഷൻ. സബ്ലിമേഷൻ എങ്ങനെയായിരുന്നു? യെസ്, സബ്ലിമേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് certain substances are converted into the gaseous state from the solid state without passing through the liquid state. Sublimable substance എക്സാമ്പിൾ പറഞ്ഞു. യെസ്, ഡ്രൈ ഐസ്, ദെൻ എന്തൊക്കെയാണ്? ക്യാംഫർ, നാഫ്തലിൻ, ദെൻ അയഡിൻ, അമോണിയം ക്ലോറൈഡ്, അതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞതാണ് ദാറ്റ് ഈസ് സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്. സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക് എന്തിനെ ബേസ് ചെയ്താണ്? ഇറ്റ് ബേസ്ഡ് ഓൺ ദ മാസ് ഓഫ് ദ കമ്പോണൻസ് ഓർ ദ ഡെൻസിറ്റി ഓഫ് ദ കമ്പോണൻസ്. ഒരു മിക്സറിലെ കമ്പോണൻസിന്റെ മാസിന്റെ അടിസ്ഥാനത്തിൽ അവയെ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് ദാറ്റ് ഈസ് കോൾഡ് സെൻട്രിഫ്യൂഗേഷൻ. അപ്പം ഈ രണ്ട് ടെക്നിക്കാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.